ഹായ് ഡിയേഴ്സ്, ഇത് യൂണിവേഴ്സിറ്റിക്ക് വേവ് ഫോമിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫൈ ദി ടി അല്ലെങ്കിൽ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിഗ്നൽ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുൾ സൈക്കിൾ എങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ ഏതോ ഒരു പോയിന്റിൽ ഇതേ സെയിം വേവ് ഫോം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, അത് ഈ പോയിന്റ്. സോ ദിസ് ഇസ് ടി. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? വി ഓഫ് ടി വേണം. ഇവിടെ വി ഓഫ് ടി തന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സിഗ്നൽ എന്ന് പറയുന്നത് 0 to 2 വരെ ഒരേ ഷേപ്പാണോ? അല്ല, 0 to 1 വരെ ഒരു സ്ലോപ്പ് പോലെ ലൈൻ പോലെ പോയിട്ടുണ്ട്. 1 to 2 ഒരു റെക്റ്റാങ്കിൾ പോലെയാണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം എനിക്ക് എന്ത് വേണം? 0 to 1 വരെ ഉള്ളതും 1 to 2 വരെ ഉള്ളതുമായിട്ടുള്ള വി ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് 1 കണ്ടുപിടിക്കാൻ 0 to 1 വരെ ഉള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ, ഇതൊരു ജസ്റ്റ് ഒരു ലൈനാണ് അല്ലേ, വിച്ച് സ്റ്റാർട്ടിങ് ഫ്രം 0. അപ്പോൾ ഇതിനെ എനിക്ക് y = mx എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എം എന്ന് പറയുന്നത് എന്താക്കി എടുക്കുക? എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്, ദാറ്റ് ഇസ് y/x. സോ ഇവിടെ y എത്രയാണ്? y 1 ആണ്. അതായത് ഈ പോർഷൻ 1 ആണ്, ഈ പോർഷന് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ y എന്ന് പറയുന്നത് 1 ആണ്, x എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/1 എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ഇക്വേഷൻ എഴുതാനാണെങ്കിൽ y = m × x. ഇവിടുത്തെ y ആക്സിസിൽ കിടക്കുന്ന എന്താണ്? വി ഓഫ് ടി ആണ് കിടക്കുന്നത്. അപ്പോൾ വി ഓഫ് ടി = സ്ലോപ്പ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 1 ആണ് കിട്ടിയത്. 1 × x ആക്സിസിൽ എന്താ കിടക്കുന്നത്? ടി ആണ് കിടക്കുന്നത്. അപ്പം ടി. അപ്പോൾ വി ഓഫ് ടി = ടി ആണ്. എവിടുന്ന് എവിടം വരെ ഉള്ളത്? 0 to 1 വരെ ഉള്ളത് ടി ആണ്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് 1 to 2 വരെ ഉള്ളത് ഡിഫൈൻ ചെയ്യണം. 1 to 2 വരെ ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്താ, ഈ സിഗ്നൽ നോക്കണം. 1 to 2 വരെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുക. എത്രയാണ്? 1. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ വി ഓഫ് ടി. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, വി ഓഫ് ടി കണ്ടുപിടിക്കുക. സോ ഇറ്റ് ഇസ് 1. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്താണ് നമ്മുടെ സെയിം സാധനം, വി ആവറേജ്. വി ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/t ഇൻറ്റഗ്രൽ 0 to t വി ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇപ്പോൾ 1/t എന്ന് പറയുന്നത് 1/2 ഇൻറ്റഗ്രൽ 0 to 2 വി ഓഫ് ടി എന്താണ്? വി ഓഫ് ടി ഡി ടി എന്ന് എഴുതുക കേട്ടോ. ഇവിടെ വി ഓഫ് ടി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കാര്യം വി ഓഫ് ടി 0 to 2 വരെ ഒരു രീതിയിലാണോ പോകുന്നത്? അല്ല. അപ്പോൾ നമ്മൾ ഇതിടുക, 0 to 1 വരെയുള്ളൊരു വി ഓഫ് ടി പ്ലസ് 1 to 2 വരെ മറ്റൊരു വി ഓഫ് ടി. 1/2. 0 to 1 വരെയുള്ള വി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. അപ്പം ടി ഇൻറ്റു ഡി ടി എവിടെ നിന്നാണ്? 0 to 1 പ്ലസ് ഇൻറ്റഗ്രൽ 1 to 2 1 ഇൻറ്റു ഡി ടി, അതായത് ഡി ടി. കണ്ടുപിടിക്കരുതോ? 1/2. ഇത് t²/2. അവിടെ എന്ത് വരണം? 0 to 1 വരെ വരണം. പ്ലസ് ഇതെന്ന് പറയുന്നത് ടി ആണ്, 1 to 2 വരെ പോകണം. ഓക്കെ, കണ്ടുപിടിക്കരുതോടാ. 1/2. ഇവിടെ 1/2 മൈനസ് 0 വരും. അപ്പോൾ ഇവിടെ 1/2 ഉള്ളൂ. പ്ലസ് ഇവിടെ എന്ത് വരും? 2 - 1 എന്ന് വരും. അപ്പോൾ അതായത് 1 വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1/2 പ്ലസ് 1, അതായത് ദിസ് ഇസ് 3/2 ഇൻറ്റു 1/2, ദാറ്റ് ഇസ് 3/4. സോ വി ആവറേജ് വിൽ ബി 3/4. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ആർ എം എസ് ആണ്. വി ആർ എം എസ് = 1/t ഇൻറ്റഗ്രൽ 0 to t v² ഇൻറ്റു ഡി ടി. 1/2 ഇൻറ്റഗ്രൽ 0 to 2. ഇവിടെ v² എന്ന് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. v² ഇൻറ്റു ഡി ടി 1/2. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 0 to 1 വരെയുള്ളത് ടി അല്ലേ. അപ്പോൾ t² ഇൻറ്റു ഡി ടി പ്ലസ് 1 to 2 വരെയുള്ളത് 1 ആണ്.
അപ്പോൾ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ dt തന്നെ എഴുതിയാൽ മതി. 1/2 t³/3 0 to 1 plus t 1 to 2 1/2 എന്ന് പറയുന്നത് 1/3 വരും, പ്ലസ് 2 - 1 എന്ന് പറയുന്നത് 1 വരും. നമുക്കിവിടെ ഒരു ഇതിനെല്ലാം റൂട്ട് ഉണ്ട് കേട്ടോ. റൂട്ടിടണേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് 3/3 √2/3 എന്ന് വരും VRMS. സോറി കേട്ടോ, √2/3 എന്ന് വരും VRMS. അടുത്തത് ഫോം ഫാക്ടർ ചെയ്യുക. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? VRMS ഡിവൈഡഡ് ബൈ VAverage. VRMS എന്ന് പറയുന്നത് √2/√3 ഡിവൈഡഡ് ബൈ VAverage എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? 3/4 ആണ്. അപ്പോൾ നമുക്ക് ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 3√3 എന്ന് കിട്ടുന്നത്. ഇത് കട്ടായൊന്നും പോകത്തില്ല കേട്ടോ. ഇനി പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താടാ? VM ഡിവൈഡഡ് ബൈ VRMS ആണ്. ഇപ്പോൾ VM എന്ന് പറയുന്നത് ഉണ്ട്. VRMS എത്രയാണ്? √2/√3 ആണ്. നമുക്ക് കിട്ടുന്നത് VM എത്രയാണെന്ന് നമ്മൾ നോക്കണം. ഇവിടെ VM എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 1/√2/√3 എന്ന് പറയുമ്പോൾ നമുക്ക് √3/√2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉത്തരം.